പ്രത്യേകിച്ച് നമ്മുടെ ഈ ആദൂര് മേഖലയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പിന്നോട്ടുള്ള ഒരു പോക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ജനങ്ങളുടെ ഒരു അവകാശ നിഷേധം കൂടിയല്ലേ തങ്ങളെ ഇവിടെ സംഭവിച്ചു പോകുന്ന ഒരു വിദ്യാഭ്യാസ മേഖലകളിൽ ഇല്ലാത്ത സാമൂഹികപരമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്നൊരു വിഷയമാണ്. പക്ഷേ നമുക്ക് ഈ ഇത്തരം വിദ്യാഭ്യാസങ്ങൾക്കുള്ള സപ്പോർട്ടിങ് ഇവിടുത്തെ സർക്കാരിൽ നിന്ന് വേണ്ടത്ര ലഭിക്കുന്നില്ല എന്ന വലിയൊരു ഖേദകരമായൊരു വിഷയമുണ്ട്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതിന് എന്ത് പരിഹാരം എന്നത് എല്ലാവരും കൂടി ചിന്തിച്ച് ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണ്. ഇപ്പം നമ്മളുടെ മജ്‌ലിസിൻ്റെ കീഴിൽ ഇപ്പോൾ ഒരുപാട് കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി. ഇവിടെ കുടിക്കാൻ വെള്ളം ഇല്ലാണ്ട് ദാഹിക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 60ഓളം വീടുകൾക്ക് കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ മജ്‌ലിസിൻ്റെ പേരിലാണ് ഒരുപാട് കിണറുകൾ കുടിച്ചു കൊടുത്തു. പാവങ്ങൾക്ക് വീടുകൾ കെട്ടിച്ചു കൊടുത്തു. ഒരു 6ഓളം വീടുകൾ കെട്ടിച്ചു കൊടുത്തു മജ്‌ലിസ്. ഇപ്പോൾ കുടിവെള്ള പദ്ധതി എന്ന പേരിൽ ഒരുപാട് ഗവൺമെൻറ് പദ്ധതികളൊക്കെ വന്ന് കാണുന്നത് ശ്ലാഘനീയമാണ്. അത് സ്വാഗതാർഹമാണ്. അതിന് നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കണം. ഇപ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യം ആര് ചെയ്താലും അതിന് പിന്തുണ പ്രഖ്യാപിക്കണം. പിന്നെ നമുക്കിവിടെ പ്രത്യേക രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ നേതാക്കന്മാരും ഇവിടെ വരും, എല്ലാ MP-യും വരും, MLA-യും വരും, ഒക്കെ വരും. എല്ലാവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ. അവർക്ക് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഇവർ ലൈറ്റ് വെച്ച് ഇപ്പോൾ MP ലൈറ്റ് വരാൻ പോകണം, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അതിൻ്റെ അവരുടെ പരിധിക്കകത്ത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്.